ഇത്രയും വലിയ തല, ഇത്രയും വലിയ ഉടല്, ഇത്രയും വലിയ ബാല് രാജഗോപാലയാണെന്ന് തോന്നുന്നത്. ഇങ്ങോട്ട് കയറിയത് നമ്മൾ പുറകെ ഓടി വന്ന് ഒരേ രാത്രി കഴിഞ്ഞ് പോണത് കണ്ട് എന്തിനാ തൊള്ളേ ഞമ്മള് കണ്ടില്ലല്ലോ. ഇങ്ങോട്ട് പോരി, നമ്മള് പുറകെ കയറി നോക്കാം. വല്യമ്മ വടി ഇങ്ങേരി. പാമ്പ് പാമ്പ് കിട്ടിയ ഞമ്മള് വിടൂല. ഓനെ മയ്യത്താക്കിട്ട് കൈയിട്ട് തൂക്കിട്ട് ഒരു ഉത്സവത്തിന്റെ കൂട്ടമുണ്ടല്ലോ. എന്താ എല്ലാരും പുറത്തു കൂടി നിൽക്കുന്നേ? എവിടുന്ന് വന്നു? ഒരു ബൈബോക്കം പറഞ്ഞ് ഓര് കണ്ട് ആളുള്ളിലേക്ക് വടിയും കൊണ്ട് പോയിരിക്കണു. വഴിപോക്കനും ആരായാണ്? ആ ഈത്തപ്പഴവും വളയൊക്കെ വിൽക്കാവുന്നില്ലേ ഓനാ. പടച്ചോനെ, ആ ഹരാൻ പറഞ്ഞോനാ. ഓൻ നല്ല ഉശിരുള്ളാനാ. ഓന്റെ ഉശിരി ഇന്നത്തോടെ തീരും. നല്ല ബസ്സുള്ള ജാതിയെന്നാ പറഞ്ഞേ. ആ ബെച്ചപ്പല്ല് നമ്മൾ ഇന്ന് അടിച്ചളക്കും. പാമ്പിനെ കിട്ടിയ? പാമ്പിനെ കിട്ടിയില്ല, ഒരു പന്നിനെ കിട്ടി. അപ്പൊ രാജവമ്പാല? രാജവമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു. വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. എല്ലാം ഇവന്റെ കുരിശ് പണിയാണ്. പോരേക്കറ കള്ളനായി. പാമ്പിനെ പിടിക്കാനാ? ഈ ആരാടാ പാമ്പാട്ടിയാ? നമ്മളെ പൊരേ കയറാൻ പാടില്ല എന്നോട് നമ്മള് പറഞ്ഞല്ലടാ. കച്ചവടത്തിന് കയറണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞ? പിന്നെ ഇപ്പൊ എന്തിനാ ഈ വന്നത്? അന്റെ ഉമ്മാന്റെ മയ്യത്തെടുക്കാനാ? പിന്നെ അന്റെ ഉപ്പൂപ്പാനെയും ഉമ്മുമാനെയും പറയട്ടാ. ഇറങ്ങിടാ പന്നി ചാപ്പിട്ടി ഇറക്കണേ. അവനാ കക്കാൻ വന്നോനാ. മേലിൽ നമ്മളെ മുമ്പ് കണ്ടുപോരുത്. ഈ പഠിക്കുന്നല്ല, ഈ നാട്ടിന്ന് ഇരുട്ട് മുമ്പ് പൊക്കോളണം. അല്ലെങ്കിൽ അന്റെ മയ്യത്ത് നമ്മളെ കൈ കൊണ്ടായിരിക്കും. കേറിപ്പോ എല്ലാത്ത്. പാമ്പുണ്ടാ? ഉണ്ടില്ല. ഉണ്ണാൻ ഇലയിട്ട് കിട്. ചെന്ന് വിളമ്പി കൊടുക്കി. ആ സെയ്ത്താന്റെ ബാലിൽ തൂങ്ങി നടക്കുന്ന ഇബിലീസ് അല്ലേ അത്? അവൻ തന്നെ. ഓനെ ഇങ്ങോട്ട് വിളിക്ക്. വാടോ ഇങ്ങോട്ട്. വേഗം വാടോ. എന്താണ്ടോ സഞ്ചിയില്? അരിയും തേങ്ങയും കുറച്ച് പോയ മീനും. ആഹാ, എത്ര ദിവസം കഴിക്കാനുണ്ടാവും? ഒരാഴ്ചക്കുള്ളത് ഒരുമിച്ച് വാങ്ങിച്ച്. ഇടക്കിടക്ക് പീടിയ പോകണ്ടല്ല. അപ്പൊ രണ്ടാളും കൊറേ കാലം കൂടി നാട്ടിലുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇനി കൂന്താലി പോയെന്ന് കക്ക വാരി കച്ചവടം ചെയ്യാന്നൊക്കെ പറയണത്. വളക്കച്ചവടം അന്നത്തോടെ നിന്നല്ല. അതിനേക്കാളും നല്ലൊരു കച്ചവടം ഉണ്ട്. ആഹാ, അതെന്താണ്? ചെളിക്കച്ചവടം. അതാവുമ്പോ പുയൽ ഇറങ്ങണ്ടല്ല. രണ്ടിന്റെ തലക്കകത്ത് തന്നെ നിറച്ചുണ്ടല്ല. റഹ്മാനെ, സലീമേ, ഇങ്ങോട്ട് വരി. അട്ടക്കാലൻ ആയമൂട്ടി ജയിലിൽ നിന്ന് ഇറങ്ങി മുതലാളി. വിളിച്ചോണ്ട് പറഞ്ഞ മുതലാളി. വേണ്ടി വരും. രണ്ട് ഹിമാറുകളുടെ ഓരോ കൈയും കാലും വെട്ടിയെടുക്കാൻ ആയമൂട്ടിക്ക് എന്ത് കായ് കൊടുക്കേണ്ടി വരും? മുതലാളി പറഞ്ഞാൽ മൂപ്പര് കായ് വാങ്ങാണ്ട് എത്ര കൈയും കാലും വേണേലും വെട്ടിയാലൂല്ലേ? എന്നാ അവനോട് വരാൻ പറയട്ടെ. വേണ്ട, ഓൻ വരുന്നവരെ കാത്തിക്കാനുള്ള ശ്രമം ഞമ്മക്കില്ല. എടുത്തോണ്ട് പാടാ കളപ്പുറയെന്ന് മണ്ണെണ്ണ. രണ്ടെണ്ണത്തിനെയും കത്തിച്ചിട്ട് അതിന്റെ ചാരം ഞമ്മക്ക് തെങ്ങിന് വളായിട്ടിടാ. ഹലോ, രക്ഷിക്കണേ. ഹലോ, എന്ത് ചെളിക്കടാ വന്നിരിക്കണേ? ഈ അരി വാങ്ങാൻ പോയതല്ലേ? പോയത് അരി വാങ്ങാൻ. കിട്ടിയതടി. അടിയിൽ തൊയ്യും കൊണ്ട് ഞമ്മള് നക്ഷത്രം പോയി. ദിക്കറിയാണ്ട് വാങ്ങിട്ട് പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് എത്തിയത്. വെളിച്ചാവും മുമ്പ് പോയകളെന്നോളാൻ പറഞ്ഞിരിക്കുകയാണ് ആചാരി. വേഗം ഭാര്യ കെട്ടിക്കോളി. നമ്മള് പോണില്ല. ആചാരി ഹാളിൽ നിൽക്കാണ്. കൂടെ 10-15 സൈത്താന്മാരും. കണ്ണീക്കുരി പൊന്നീച്ച പറക്കണം. വീക്കണത്. ഈ പോണെങ്കിൽ പോടാ. ഞമ്മക്കാരല്ലേ പേടില്ല. ഇങ്ങടെ മയ്യത്തടുത്ത തീക്കളിയാണ് ഈ കളിക്കണത്. എന്നാ ഞമ്മക്ക് നമുക്ക് വയ്യേ. വേഗം ഭാര്യ എടുക്കടാ. തീയും
പുകയും പറപ്പിച്ചോണ്ടൊരു കൂട്ടം പറഞ്ഞ എന്റെ അല്ലോ നമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ഹാജാരി പറഞ്ഞേക്കണത്. അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? ഹലോ പോയി എന്താണ്ടോ നോക്കിക്കണേ? എന്റെ സൗണ്ട് കെട്ടിയണ്ട. പണ്ട് ചെട്ടിയൊരു പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കി കടിക്കാനും പിടിക്കാനും കിട്ടെടുത്തോണ്ട് ഓടിക്കോ. തല തിരിഞ്ഞു പോയാ തലയല്ല തിരിഞ്ഞത് കുപ്പായോ. എന്റെ തല പറ്റ തിരിഞ്ഞല്ലേ കിട്ടി പറക്കണ. ഓ എന്റെ തുണി. വേഗം പാടാ പടയെത്തി. എന്താണ്ടാ ഇത് വീട് കളിക്കണ? എന്താണ് ഇത്? വന്ന് കയറ്. കയറ് കയറ്. ഞാൻ കയറിയിരിക്കില്ല, നീ മതി കയറ്. ഇവിടെ കത്തിക്ക് ആള് പറഞ്ഞടാ കയറണ. അതല്ലേ കയറ് കയറ്. കാലിക്കെട്ട് കാലിക്കെട്ട്. കാലിക്കട്ട കണ്ണൂര് എവിടെ വേണേലും പോ. ഈ സൈക്കിളിൽ വന്ന് കയറ്. ഒരു പണ്ടാല കയറിന്റെ കാല് കുരുങ്ങി ഒരുങ്ങെത്തി. ഓടിക്കോ. ആരാണ് ഇങ്ങനെ തല്ലിയത്? ആരാണ് ഇങ്ങനെ തല്ലിയത്? ആരായാലും നമ്മൾ വെറുതെ വിടൂല. അത് ശരി. ഉസ്മാനെ കേറി പാടാ. ഉസ്മാനെ വേണ്ടക്ക നമ്മളിവിടെ ചത്തോള. ഒന്നുമില്ലെങ്കിൽ ഇച്ചിരി വെള്ളം കുടിച്ചാവാല. ഇവര് നമ്മളെ കൊല്ലാൻ വന്നല്ല, ലക്ഷിക്കാൻ വന്ന. കേറി ബാ. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന വചനം മുൻനിർത്തി ഇന്നാട്ടില് 100 കൊല്ലം മുമ്പ് ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ന്യായം നടത്തിക്കൊടുത്ത ഖാൻ ബഹദൂർ ഇമ്പിച്ചിക്കോയ തങ്ങളെന്ന ആ വലിയ മനുഷ്യന്റെ ഖബറാണിത്. ഇവിടുന്ന് എടുക്കുന്ന തീരുമാനം അത് എന്തായാലും എതിർപ്പില്ലാണ്ട് ഈ ദേശക്കാർ അനുസരിക്കും. തിരിയുണ്ടാ അങ്ങക്ക്? മൊയ്തുട്ടിയാജോട് നമ്മളൊന്നും പറയണില്ല, നിങ്ങൾക്കെല്ലാം അറിയാലോ. നീ പറയ്, നിങ്ങൾ എന്തിനാണ് ഈ ചെക്കനെ തല്ലിയത്? രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. നിങ്ങളെ വല്ലതും കട്ടോ? കക്കാൻ വന്ന് കച്ചവടം എന്ന് പറഞ്ഞ നമ്മളെ പൊരേ കയറി ഇറങ്ങി നമ്മളെ വീടിനെ കൈ കയറി പിടിച്ച്. നേരാണോ അബ്ദു ഈ പറയണത്? അത് വളവിക്കാൻ വളക്കാരൻ പിന്നെ കയ്യെ പിടിക്കാൻ പിന്നെ എവിടെ പിടിക്കാൻ? ഓന്റെ നാക്ക് അന്റെ തൊള്ളയിലാണോടോ? നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, നമ്മള് ചോദിക്കാം. ഓൻ പറയട്ടെ. ആ ചോദിക്കേ. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്തക്കാരന്? വെറുതെ പറയാണെന്ന്. അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലും ഉള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ ഇനി കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏടതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ. നെറ്റിമൊരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യങ്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാരാ? തർക്കം വെക്കാണ്ട കാര്യം പറയുങ്ങള്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ബെസയുള്ള പാമ്പായിരുന്ന ബെസ ഇല്ലാത്ത പാമ്പായിരുന്ന? ആയി കടിച്ചാലല്ലേ അറിയൂ. ഈ അല്ലടോ പറഞ്ഞത് രാജവെമ്പാലയാണ് ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ? കൊത്തിയ മയ്യത്താവൂലേ. പക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ലേ? കാഴ്ചകളായി പോയി നോക്കി. നമ്മളെ പൊരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. പോയി കാണും. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും നമ്മളെ പൊരയും പറമ്പും പാമ്പിന് വലിച്ചു കൊടുക്കണ. പാമ്പിന്റെ ഇഷ്ടല്ലേ? നമ്മളെ പൊരയില് പാമ്പ് കേറിയിട്ടില്ല. അറിയാം. നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താ വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ. അയ്യരെ, ഇത് പള്ളിപ്പറമ്പ. സൂക്ഷിച്ച് വർത്താനം പറയണം. ഈ നാട്ടിലൊരാളെ കച്ചവടത്തിന് വന്നു. ആ കച്ചവടങ്ങൾ ഇല്ലാണ്ടാക്കി ഓന്റെ പണിക്കാരനുങ്ങൾ തല്ലി. ഓന് പാർക്കാൻ പെര കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും ആരെയും തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല. മൊയ്തൂട്ടിയാജിക്ക് മാത്രമല്ല ഈ നാട്ടിൽ പൊരയും പറമ്പുള്ളത്. അബ്ദുൽ ഉസ്മാനും തങ്ങാനുള്ള പൊര നമ്മൾ കൊടുക്കും. അയ്യരെ, എല്ലാം കേട്ടിട്ടൊരു തീരുമാനം നമ്മൾ പറയാം. അബ്ദുനും ഉസ്മാനും ഇന്നാട്ടിലെ നിയമം തെറ്റാണ്ട് നടക്കുന്നിടത്തോളം കാലം ഇവിടെ എന്ത് കച്ചവടവും ചെയ്യാം. കാരണവന്മാരെന്ത് പറയണേ? മുസ്ലിയാര് പറയണതാ അതിന്റെ ശരി. ഇതാണോ നിങ്ങളെ ന്യായം? അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ നിങ്ങളോട് ഒന്നും പറയാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. വരില്ല. ഈ നാട്ടിൽ നിക്കണതൊക്കെ കൊള്ളാം. പക്ഷെങ്കിലേ മൊയ്തൂട്ടി ആജിന്റെ പൊരയിലോ പറമ്പിലോ നിങ്ങൾ രണ്ടാളിനി കേറിയെന്നോ മറ്റോ നമ്മൾ അറിഞ്ഞാലേ ഓ പറയണതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പിന്നെ ഈ നാട്ടിൽ നിർത്തൂല.